കോൺസെഷൻ വൈ ആർ യു സോ വറീഡ്, നിങ്ങൾ എന്താണ് ഒരുപാട് ടെൻഷനായിരിക്കുന്നത്? മൈ സിസ്റ്റർ ഡസൻ സ്റ്റഡി ഹാർഡ് ഇനഫ്, എൻ്റെ പെങ്ങൾ എന്താ പറയുക പഠിക്കുന്നില്ല എന്നുള്ളതല്ല, കഠിനമായിട്ട് പഠിക്കുന്നില്ല, അവളെ പഠിത്തത്തിൽ പോരാ, ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണം. ഈസൻ ഷീ ഇൻട്രസ്റ്റഡ് ഇൻ സ്കൂൾ പോകാൻ താല്പര്യമല്ലേ? സ്കൂൾ ഇൻട്രസ്റ്റ് ഹെർ, സ്കൂൾ പോകാനൊക്കെ ഇഷ്ടമുണ്ട്, ബട്ട് ഹോംവർക്ക് ഡസൻറ്റ്, പക്ഷേ ഹോംവർക്ക് ചെയ്യാൻ മടിയാണ്. സ്കൂൾ പോകാൻ ഇഷ്ടമാണ്, ഹോംവർക്ക് ചെയ്യാൻ മടിയാണ്. ഓക്കെ. കോൺസെഷൻ ബി, ഐ എം വറീഡ് അബൌട്ട് മൈ സ്കൂൾ വർക്ക്, ഞാൻ എൻ്റെ സ്കൂൾ വർക്കിനെ കുറിച്ച് ടെൻഷനാണ്. വാട്ട്സ് എ പ്രോബ്ലം, എന്താ പ്രശ്നം? ഐ തിങ്ക് ഐ എം ഗോയിങ് ടു ഫെയിൽ ദ എക്സാമിനേഷൻസ്, ഞാൻ പരീക്ഷ തോൽക്കുന്നൊക്കെ പേടിക്കുന്നുണ്ട്. മേ ബി യു വോണ്ട്, ഈ തോൽക്കൊന്നും ഉണ്ടാവില്ല. ഇഫ് യു ഹാവ് മോർ കോൺഫിഡൻസ്, നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തോൽക്കൂല. കോൺസെഷൻ സി, വാട്ട് ആർ യു ഗോയിങ് ടു സ്റ്റഡി അറ്റ് ദ യൂണിവേഴ്സിറ്റി, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നീ എന്താണ് പഠിക്കാൻ പോകുന്നത്? പ്രോബബ്ലി ഹിസ്റ്ററി ആൻഡ് ഇംഗ്ലീഷ്, ഹിസ്റ്ററി ഇംഗ്ലീഷ് ആയിരിക്കും. യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്, എന്തായിരുന്നാലും നന്നായിട്ട് പണിയെടുക്കണം. യെസ്, ഐ ഹാവ് ഹേർഡ് ദാറ്റ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സ്കൂൾ, ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കുറച്ചൊരു ടഫാണ്, അവിടെ വർക്ക് ചെയ്താലേ കഴിച്ചില്ലാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കോൺസെഷൻ ഡി, വാട്ട് ഡിഡ് യു അപ്ലൈ ഫോർ, നിങ്ങൾ എന്തിനാണ് അപേക്ഷിച്ചത്? ഐ അപ്ലൈഡ് ഫോർ എ സ്കോളർഷിപ്പ്, ഞാനൊരു സ്കോളർഷിപ്പിന് വേണ്ടിയാണ്. വാട്ട് സ്കൂൾ ഡിഡ് യു അപ്ലൈ ടു, ഏത് സ്കൂളിലാണ് അല്ലെ ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾ അപേക്ഷിച്ചത്? ഐ അപ്ലൈ ടു ഈസ്റ്റേൺ സ്റ്റേറ്റ് കോളേജ്, ഈസ്റ്റേൺ സ്റ്റേറ്റ് കോളേജിലേക്കാണ് ഞാൻ അപേക്ഷിച്ചത്. ഓക്കെ. കോൺസെഷൻ ഇ, ഐ അണ്ടർസ്റ്റാൻഡ് ദ ബോയ്സ് അപ്ലിക്കേഷൻസ് വേർ ടേൺ ഡൗൺ, എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെ അപേക്ഷകളൊക്കെ എന്തായിട്ടുണ്ട്, മടങ്ങിയിട്ടുണ്ട്. ഹൂ ടേൺ ദം ഡൗൺ, ആരാത് മടക്കിയത്? ഐ തിങ്ക് ദ കോളേജ് അഡ്മിഷൻ കമ്മിറ്റി, കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, അവിടെ അഡ്വൈസ് ദം ടു ട്രൈ അഗൈൻ, ഞാൻ അവരോട് ഒന്നും കൂടി അപേക്ഷിക്കാൻ ഞാൻ അവരെ ഉപദേശിക്കുകയാണ്. ഓക്കെ, എക്സസൈസ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് കോൺസെഷനെ, ഇംഗ്ലീഷ് ഈസ് ദ ഹാർഡസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള ഭാഷ ഇംഗ്ലീഷാണ്. വൈ ഡു യു സേ ദാറ്റ്, നിങ്ങളെന്ന് അങ്ങനെ പറയണത്? ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ സ്പീക്ക് ഇറ്റ്, എനിക്കത് മനസ്സിലാവുന്നോ അല്ലെങ്കിൽ എനിക്കത് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ബട്ട് ദിസ് ഈസ് ഓൺലി യുവർ ഫസ്റ്റ് ഡേ ഇൻ ദ ഇംഗ്ലീഷ് ക്ലാസ്, ഇത് നിങ്ങളെ ക്ലാസ്സിലെ ആദ്യത്തെ ദിവസമല്ല, നമ്മളേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി നടക്കണമെന്നുണ്ടോ? കോൺസെഷൻ ബി, ഹൗ ഡു യു പ്രൊനൗൺസ് ദിസ് വേർഡ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ ഈ വേർഡ് എങ്ങനെ ഉച്ചരിക്കും? ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് സൈൻ, അത് സൈൻ എന്നാണ് ഉച്ചരിക്കുക. വാട്ട്സ് എ സൈൻ, സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പബ്ലിക് നോട്ടീസ്, അതൊരു അടയാളമാണ് അല്ലെങ്കിൽ ഒരു പബ്ലിക് നോട്ടീസാണ്. കോൺസെഷൻ സി, വാട്ട് ഡു യു കോൾ ദിസ് തിങ് ഇൻ ഇംഗ്ലീഷ്, നിങ്ങളിതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഇറ്റ്സ് എ ഹാമർ, അതൊരു ഹാമറാണ്. വാട്ട്സ് വേർഡ് ഫോർ ദ തിങ്സ് യു ഹിറ്റ് വിത്ത് എ ഹാമർ, വാട്ട്സ് എ വേർഡ് ഫോർ ദ തിങ്സ് യു ഹിറ്റ് വിത്ത് എ ഹാമർ, നിങ്ങൾ ഹാമർ കൊണ്ട് അടിക്കുന്ന ആ സാധനത്തിൻ്റെ പേരെന്താ? നെയിൽസ്, നെയിൽസ്, യു പൗണ്ട് നെയിൽസ് ഇൻ ടു വുഡ് വിത്ത് എ ഹാമർ, അത് മരത്തിലേക്ക് നിങ്ങൾ ആണിയാണ് അടിച്ച് കയറ്റുക, ഹാമറിൻ്റെ കൂടെ അടിക്കുന്ന അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ. കോൺസെഷൻ ഡി, ഹൗ ഡു യു ആസ്ക് ഫോർ ഹെൽപ്പ് പൊളൈറ്റ്ലി, എങ്ങനെയാണ് മാന്യമായിട്ട് ഒരാളോട് സഹായം ചോദിക്കുക? യു സേ, നീ പറയുക, കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ടു സേ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുന്നത് ശരിയാണോ? യെസ്, യു ക്യാൻ സേ ഇറ്റ് ദാറ്റ് വേ ടു, നിങ്ങൾക്ക് അങ്ങനെയും പറയാം. കോൺസെഷൻ ഈ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് വെരി വെൽ, നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ബട്ട് മോസ്റ്റ് പീപ്പിൾ സ്പീക്ക് ടു ഫാസ്റ്റ്, എനിക്ക് മനസ്സിലാവുക ചെയ്യൂ ഈ പറയുന്നത്, പക്ഷേ പൊതുവെ ആളുകൾക്ക് ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. ഹൗ അബൌട്ട് സ്പീക്കിംഗ്, ക്യാൻ യു ക്യാരി ഓൺ എ കോൺവെർസേഷൻ, നിങ്ങളെങ്ങനെ സംസാരിക്കുമോ? ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഐ എം നോട്ട് റിയലി വെരി ഫ്ലുവൻറ്റ് യെറ്റ്, ഞാനിതുവരെ അത്ര ഫ്ലുവൻ്റ് ആയിട്ടില്ല ഇംഗ്ലീഷ്. ഓക്കെ, എക്സസൈസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഓക്കെ, നെക്സ്റ്റ്, ഡു യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, കോൺസെഷന് ഇംഗ്ലീഷ് പഠിക്കണം? യെസ് ഐ ഡു, അതേ വേണം, വെരി മച്ച്. വൈ ഡു യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കണം? ബിക്കോസ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇൻ ഫ്യൂച്ചർ, അത് ഭാവിയിൽ ഉപകാരപ്പെടും. കോൺസെഷൻ ബി, ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ദെൻ യു മസ്റ്റ് സ്പീക്ക് ഇറ്റ്, എങ്കിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിക്കണം. വൈ മസ്റ്റ് ഐ സ്പീക്ക് ഇറ്റ്, എന്തുകൊണ്ട് ഞാൻ സംസാരിക്കണം? ബിക്കോസ് യു വാണ്ട് ടു ലേൺ ഇറ്റ്, കാരണം നിനക്കത് പഠിക്കണം എന്ന് പറഞ്ഞു. കോൺസെഷൻ സി, ഡു യു അണ്ടർസ്റ്റാൻഡ് ദ സെൻറ്റൻസ്, നിങ്ങൾക്ക് സെൻറ്റൻസ് മനസ്സിലായോ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് കംപ്ലീറ്റ്ലി, എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. ഓൾ റൈറ്റ് ദെൻ, കുഴപ്പമില്ല, ആൾ റിപ്പീറ്റ് ഇറ്റ്, ഞാൻ അത് വീണ്ടും പറയാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നന്ദി. കോൺസെഷൻ ഡി, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്, ഞാൻ എന്താ പറഞ്ഞത് നിനക്ക് തരണോ? നോ ഐ ഡിഡ്, എനിക്ക് മനസ്സിലായിട്ടില്ല. വുഡ് യു സൈറ്റ് അഗെയിൻ, ഒരിക്കൽ കൂടി പറയാമോ?
ഓഫ് കോഴ്സ് ഒരു കുഴപ്പമില്ല. ഐ സൈറ്റ് അഗെയിൻ സ്ലോലി. ഞാൻ മെല്ലെ ഒരിക്കൽ കൂടി പറയാം. ദാറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. അത് ഹെൽപ്പ് ചെയ്യും. കോൺസ്റ്റൻഷൻ ഇ പ്ലീസ് റൈറ്റ് ഡൗൺ ജോൺസ് അഡ്രസ്. ജോണിൻ്റെ അഡ്രസ്സ് ഒന്ന് എഴുതി. ഓൾ റൈറ്റ് ബട്ട് വുഡ് യു പ്ലീസ് സ്പീക്ക് വെരി സ്ലോലി. നിങ്ങളൊന്ന് മെല്ലെ പറയോ? ഷുവർ, ഓക്കെ. ഡു യു വാണ്ട് മീ ടു സ്പെൽ ഈച്ച് വേർഡ് ടു? ഞാൻ ഓരോ സ്പെല്ലിങ് പറഞ്ഞു തരണോ? നോട്ട് ദ നമ്പേഴ്സ്, ഓൺലി ദ നെയിംസ്. പേരുകൾ മാത്രം മതി, നമ്പർ വേണ്ട. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്.